Hi students, welcome to LM Thing. Today we are starting a new topic, new lesson, that is tangents. അതായത് തൊടുവരകൾ എന്ന യൂണിറ്റ് ആണെന്ന് റിവിഷൻ ചെയ്യുന്നത് ഭാഗം 1 പാർട്ട് 1. ഒന്നാമത്തെ ചോദ്യം. In the figure PA and PB are tangents to a circle with the center O. If PA equals 6 cm, what is the length of PB? What is the measure of angle PAO? If AOB equals 100, find APB. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിന്റെ തൊടുവരകളാണ് പി എ പി ബി. പി എ 6 സെന്റിമീറ്റർ ആയാൽ പി ബിയുടെ നീളം എത്ര? പി എ ഒയുടെ അളവെന്ത്? എ ഒ ബി 100 ആയാൽ എ പി ബിയുടെ അളവെന്ത്? അപ്പോൾ നമ്മൾ പഠിച്ച വസ്തുതകളൊക്കെ ചേർത്ത് നമുക്ക് ഇത് ചെയ്യാൻ നോക്കാം. പി എയും പി ബിയും ടാൻജൻസ് ആണ്. അപ്പോൾ അളവ് ആദ്യം ചെയ്യാം. പി എ 6, പി എയും പി ബിയും ടാൻജൻസ് ആണെങ്കിൽ ദേ ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ടാൻജന്റ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് സർക്കിൾ ആർ ഈക്വൽസ്. എന്താ? ബാഹ്യ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ തുല്യമാണ്. അപ്പോൾ പി എ എന്താണ് 6 സെന്റിമീറ്റർ ആയാൽ പി ബി എത്ര തന്നെ ആയിരിക്കും? പി ബി ഈക്വൽസ് 6 സെന്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ആൻസർ കഴിഞ്ഞു. രണ്ടാമത്തെ വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ പി എ ഒ? പി എ ഒ ഈ ആംഗിളിന്റെ മെഷർ എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം പി എ ഒ എത്ര ഡിഗ്രി ആണോ? ഇവിടെ നോക്കിക്കേ, ഇത് റേഡിയസ് അല്ലേ? ഇത് റേഡിയസ് അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര? 90. ഇതും 90. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എത്ര? എളുപ്പമുള്ള ആൻസർ ആണ്. ആ കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് റേഡിയസ്, സെന്ററിൽ നിന്ന് പോകുന്നതാണ് റേഡിയസ്, ഈസ് 90 ഡിഗ്രി. ടാൻജന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പറഞ്ഞോ. അപ്പോൾ അടുത്ത സി. ഇത് 100 തന്നിട്ടുണ്ട്, ഇത് 90 ആയി. ഇത് കോർഡിലാറ്റർ അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 80 ആയിരിക്കും അല്ലേ? ആംഗിൾ എ പി ബി ഈക്വൽസ് 180 മൈനസ് 100 ഈക്വൽസ് 80. 180 കുറച്ചോളൂ. ഇത് 90 എത്ര? 90 180 കഴിഞ്ഞു. പിന്നെ 180 ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ 180. അപ്പം 100 തന്നിട്ടുണ്ട്. അപ്പം പിയുടെ അളവ് എത്ര? 180. എ പി ബി ഈസ് 180 മൈനസ് 100 80. ഓക്കെ, ഈ ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം. If P and PB are two tangents to a circle with a center O. If PA equals 8 cm, what is PB? If AOB is 2 times of angle APB, then find AOB and APB. അപ്പോൾ ഇതാണ് ചോദ്യം. അതായത് പി എയും പി ബിയും O കേന്ദ്രമായ വൃത്തത്തിലെ 2 തൊടുവരകളാണ്. പി എ 8 സെന്റിമീറ്റർ ആയാൽ പി ബിയുടെ നീളം എന്ത്? എ ഒ ബിയുടെ 2 മടങ്ങാണ് എ പി ബി എങ്കിൽ, അല്ല, എ ഒ ബി എ പി ബിയുടെ 2 മടങ്ങാണെങ്കിൽ എ ഒ ബി എത്ര? എ പി ബി എത്ര? ഓക്കെ, നമുക്ക് ഓരോന്ന് വിധം കണ്ടുപിടിക്കാം. ഈ പി എ ഈക്വൽസ് 8 സെന്റിമീറ്റർ, പി എ 8 ആണെങ്കിൽ പി ബി എന്തായിരിക്കും? 8 തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി. പി ബി ഈക്വൽസ് 8. ഇഫ് ആംഗിൾ എ ഒ ബി ഈസ് 2 ടൈംസ് എ പി, എ പി ബിയുടെ 2 മടങ്ങാണ് എ ഒ ബി. ഇവിടെ O ആണ് എ ഒ ബി. എ പി ബി എക്സ് എന്ന് എടുത്താൽ ഇത് എത്ര ആയിട്ട് എടുക്കാം? 2x എന്ന് എടുക്കാം. ഇതെത്ര? 90. ഇതെത്ര? 90. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? എക്സും 2x കൂടെ എത്ര? 180. അപ്പോൾ രണ്ടാമത്തത് എക്സ് പ്ലസ് 2x ഈക്വൽസ് 180. സപ്ലിമെൻ്ററി അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി. അപ്പോൾ 3x ഈക്വൽസ് 180. 3x equals 180. x equals 180 by 3. എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ x 60 ആണെങ്കിൽ 2x എത്ര? അതിൻ്റെ ഡബിൾ ആണ് അല്ലേ? കുറച്ചുകൂടെ ചെറുതായിട്ട് എഴുതാം. 180 by 3 ഈക്വൽസ് 60 ഡിഗ്രി. അപ്പോൾ എ ഒ ബി എത്ര? എ പി ബി എത്ര? എ ഒ ബി ഈക്വൽസ് എത്ര കിട്ടും? എക്സ് ആണ് അല്ലേ? അപ്പം
ഇവിടെ നമുക്ക് ആൻസർ എഴുതാം, അല്ലെങ്കിൽ ഇതങ്ങ് മായ്ക്കാം, ഇപ്പം അറിയാലോ, മായ്ച്ചിട്ട് ആൻസർ എഴുതാം. ആംഗിൾ എ പി ബി ഈക്വൽസ് എക്സ് എത്ര 60 കിട്ടിയ 60, എ ഒ ബി എത്ര 120. ഓക്കെ, ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ എൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ പി എ ആൻഡ് പി ബി ആർ ടാൻജൻഷ്യൽ സർക്കിൾ വിത്ത് സെൻറ്റർ ഓ ആംഗിൾ എ ഡി ബി ഈക്വൽസ് 125. ഫൈൻഡ് ആംഗിൾ എ സി ബി, എ ഒ ബി, എ പി ബി. ഫൈൻഡ് ബി പി ഒ, എ ഒ പി, എ പി ഒ. ഫൈൻഡ് ബി പി ഒ, പി എ ബി, പി ബി. ഇതെല്ലാം കണ്ടുപിടിച്ച് എഴുതണമെങ്കിൽ ഇത്ര ചെറിയ ഫിഗർ വരച്ചാൽ പോരാ, വലിയൊരു ഫിഗർ വരച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ചിത്രം വലുതാക്കി വരച്ചിട്ടുണ്ട്. ആംഗിൾ എ സി ഡി 125 തന്നിട്ടുണ്ട്, 125. നമുക്ക് എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ഏതൊക്കെ കണ്ടുപിടിക്കണം? എ സി ബി, എ സി ബി, ഈ ആംഗിൾ, അങ്ങനെ ഒരുപാട് ആംഗിളുണ്ട്. എ സി ബി, എ ഒ ബി, എ ഒ ബി, എ പി ബി എല്ലാം കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ 125 നോക്കിക്കേ, 125 ഇത് എത്ര? എ സി ബി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി. അങ്ങനെ നമുക്ക് എ സി ബി എത്ര കിട്ടും? 180. ആംഗിൾ എ സി ബി ഈക്വൽസ് 180 മൈനസ് 125. 125 എത്ര കിട്ടും? 55 എന്ന് കിട്ടും. 55 എന്ന് കിട്ടി. ഇനി അടുത്തത് എ ഒ ബി. എ ഒ ബി ഇതാ ഈ ആംഗിള്. ഇവിടെ 55, ഇത് അതിൻ്റെ ഇരട്ടിയല്ലേ, 110. അപ്പോൾ ആംഗിൾ എ ഒ ബി ഈക്വൽസ് 110. ആംഗിൾ എ ഒ ബി 110 എന്ന് എഴുതാം. ഇനി അടുത്തത് എ പി വി ആണ് ചോദിച്ചിരിക്കുന്നത്. എ പി വി ഇതാ ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എ പി ബി എത്ര കിട്ടും? ഇതാ നോക്കിക്കേ, എ ഒ ബി പി ഇതിൽ ഇത് 90, ഇത് 90 പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും കൂടെ 180. ആംഗിൾ എ പി ബി എന്ന് പറയുമ്പോൾ 180 മൈനസ് 110. ആംഗിൾ എ പി ബി ഈക്വൽസ് 180 മൈനസ് 110. ആംഗിൾ എ പി ബി ഈക്വൽസ് 180 മൈനസ് 110 എത്ര കിട്ടും? 70 എന്ന് കിട്ടും. ആംഗിൾ എ പി ബി 70 എന്ന് കിട്ടും. എ പി ബി നമുക്ക് അവിടെ എഴുതാം, എ പി ബി 70. ഇനി ഏതൊക്കെ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്? എ ഒ ബി കണ്ടുപിടിച്ച് എ പി ബി കണ്ടുപിടിച്ച് നോക്കാം, ചോദ്യത്തിൽ നോക്കാം നമുക്ക്. ഇനി ഏതൊക്കെ ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളതെന്ന്. ഇനി ബി പി ഒ, ഇനി അടുത്തത് ബി പി ഒ, ബി പി ഒ, ബി പി ഒ, ബി പി ഈ ആംഗിൾ ബി പി ഒ. പിന്നെ എത്രയാ? പിന്നെ എ ഒ പി. അപ്പോൾ 70, ഇത് ബൈസെക്ടർ അല്ലേ, അപ്പം ബി പി ഒ എത്ര? ബി പി ഒ 35, 70ൻ്റെ പകുതി. ബി പി ഒ 35. എ ഒ പി, എ ഒ പി, എ ഒ പി ഈ ആംഗിൾ ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ എത്ര? 110ൻ്റെ പകുതി. ആംഗിൾ എ ഒ പി ഈക്വൽസ് 110ൻ്റെ ഹാഫ്. അപ്പോൾ എത്ര കിട്ടും? 55. അപ്പോൾ എ ഒ പി 55 എന്ന് കിട്ടി. ഇനി എ പി ഒ, എ പി ഒ ഇതാ ഈ ആംഗിൾ, ആംഗിൾ എ പി ഒ ഇവിടെ ഇതാ അല്ലേ, ആംഗിൾ എ പി ഒ എത്ര വരും എന്ന് പറഞ്ഞേ? 90. ഇവിടെ എ പി ഒ അല്ലേ, എ പി ഒ ഇതാണ്. അപ്പം അതെത്ര? അതും 35 തന്നെ ആയിരിക്കും. പിന്നെ 35. 70യുടെ ഹാഫ്, അല്ലെങ്കിൽ നമുക്കിവിടെ 90 പ്ലസ് ഇവിടെ എത്ര? 55 എത്ര വരും?
145 പ്ലസ് 35 ഈസ് 180. അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ബി ഒ പി കണ്ടുപിടിച്ചോ. BOP എഴുതിയിട്ടില്ല അല്ലേ? BOP ഇത് എത്രയായിരിക്കും? മൊത്തം എത്ര? 110. BOP ഈക്വൽസ് 55. പിന്നെ PAB അപ്പം നമുക്കിങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. എയും ബിയും കൂടെ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കണം. PAയും PB ഈക്വലാണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര? മൊത്തം 90. അപ്പോൾ ഇതിലെത്ര പോയി? 35 പോയി അല്ലേ? 110, 35, 35, അപ്പം 180. അപ്പോൾ ഇത് എത്ര ഇട്ട്? 55. അല്ലെങ്കിൽ ഇതാ ഈ ആംഗിൾ ആണ്. അതായത് ഈ കോഡ് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ തന്നെയാണ് ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ആംഗിൾ. നിങ്ങൾ പ്രോപ്പർട്ടിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആംഗിൾ എന്താണ്? BAP ഈക്വൽസ് ആംഗിൾ BAP ഈക്വൽസ് 55 ഡിഗ്രി. BAP 55 ആണെങ്കിൽ ABP എന്തായിരിക്കും? 55 തന്നെ ആയിരിക്കും. ഇപ്പം എല്ലാ ആംഗിളും കണ്ടുപിടിച്ച് തെറ്റാതെ ഓരോ കോൺസെപ്റ്റ് വെച്ച് ശരിയായിട്ട് എഴുതണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, 3 ചോദ്യം കഴിഞ്ഞില്ലേ? ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.